സ്റ്റാറ്റസൊക്കെ ഇടാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കുന്നൊക്കെ ഭയങ്കര ഒരു ബോധമായിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ഞാൻ അന്ന് തൊട്ട് കേൾക്കുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഏപ്രിൽ 18 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ടും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഫുൾ പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം സെൻറ്ററിൽ വന്നിട്ടും എൻ്റെ ചുറ്റിനിരിക്കുന്ന കുട്ടികൾ മുഴുവനും പഠിക്കുമായിരുന്നു. എനിക്കെപ്പോഴും പഠിക്കാനൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് എത്രയോ കൊന്ത ചൊല്ലി. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ലിസണിങ്ങിൻ്റെ സമയത്ത് അവരെന്താ പറയണത് ഞാൻ ഒന്നും കേട്ടില്ല. എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു, ഞാനൊന്നും കേട്ടതില്ല. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. റൈറ്റിങ്ങും ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എക്സാം ഈസിയാണോ അല്ലയോ എന്ന്. മാതാവ് തരുന്ന എന്താണോ അത് ഞാൻ സ്വീകരിക്കാൻ റെഡിയായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം റിസൾട്ട് വന്നു. ഞാൻ 2 മൊഡ്യൂളിലും പാസ്സായി. ഈ ഫസ്റ്റത്തെ ഡേറ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ എനിക്ക് രണ്ടാമത്തെ സ്പീക്കിങ്ങിനും റീഡിങ്ങിനും എനിക്ക് ട്രിവാൻഡ്രം ഡേറ്റ് കിട്ടി. പക്ഷേ എനിക്ക് സ്പീക്കിങ് ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. 10 ദിവസത്തിനുള്ളിൽ സ്പീക്കിംഗ് എനിക്ക് എക്സാം എഴുതണം. അതുകൊണ്ട് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു. പക്ഷേ റീഡിങ്ങിന് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. സ്പീക്കിങ്ങിന് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു. ഒരു 50 സംതിങ് ടോപ്പിക്കേ ഞാൻ നോക്കിയുള്ളൂ. ബാക്കി ഇനിയുമുണ്ട് കുറേ ടോപ്പിക്കുകൾ നോക്കാൻ. പക്ഷെ ഞാനിരുന്ന് പ്രാർത്ഥന ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ 10 ദിവസം കൊണ്ട് എനിക്ക് എത്ര ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്ര ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തു. അങ്ങനെ എക്സാം ഡേറ്റിന് മുന്നേ എനിക്ക് 4-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് കിട്ടി. പക്ഷേ എനിക്ക് എക്സാം അന്നായിരുന്നു അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ഇമെയിൽ വന്നു, എനിക്ക് 4-ാം തീയതിയാണ് എക്സാം എന്ന് എനിക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്പീക്കിങ്ങിന് ഫുള്ള് ഡിസ്കസും ചെയ്തും ഫുള്ള് പഠിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴും ഞാൻ റീഡിങ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഫുള്ള് ബൈബിൾ വായിക്കുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിങ് ഞാൻ എക്സാം ഹാളിൽ കയറി. എനിക്കെന്തോ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരുന്നു. എനിക്ക് ഒരു നിർബന്ധമല്ല, എൻ്റെ പാർട്ട്ണർ മാതാവിനെ അറിയുന്നതോ കൃപാസനത്തെ പറ്റി അറിയുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എക്സാമിന് സെൻറ്ററിന് മുന്നേ. അതെനിക്കൊരു വലിയൊരു നെഗറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. എക്സാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ് കിട്ടി, സ്പീക്കിങ് കിട്ടിയില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിന് മാത്രമായിട്ട് ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഫുള്ള് പഠിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. ഞാനൊരു ടോപ്പിക്ക് പോലും എക്സാമിന് തലേന്ന് വരെ നോക്കിയിട്ടില്ലായിരുന്നു. എക്സാമിന് തൊട്ട് തലേന്ന് ഞാൻ ക്യാഷ്വലായിട്ട് ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ നോക്കിയുള്ളൂ. ബാക്കി ഞാൻ ഫുള്ള്